Welcome to EduPod Business Studies class. I am Habiba over here. Okay. So, എല്ലാവരും മോഡൽ എക്സാമിന്റെ നല്ല തകർത്തമായിട്ടുള്ള പരിശ്രമത്തിലാണെന്ന് അറിയാം അല്ലേ? എല്ലാവരും ആകെ ഒരു ഡേ ലെഫ്റ്റ് ഉണ്ട് അല്ലേ നിങ്ങൾ എക്സാമിന് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നത് വളരെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് 8 മാർക്ക് ഷുവർ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബിസിനസ് സ്റ്റഡീസിലെ 8 മാർക്കിന്റെ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ക്ലാസ് നോക്കിയാലോ? യെസ്, നമ്മുടെ ഫസ്റ്റ് ഇൻഷുറൻസിന്റെ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുള്ളത്. ഇൻഷുറൻസിന്റെ ക്വസ്റ്റ്യന് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ഒരു വർഷം വന്നതാണ് വാട്ട് ഈസ് ഇൻഷുറൻസ്, റൈറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. നല്ല ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ദിസ് ഈസ് എ ഫോം ഓഫ് കോൺട്രാക്ട് ഓർ അഗ്രിമെന്റ് under which one party agrees to pay an amount of money to another party to the goods, the loss or the damage as a result of an uncertain event. Identify the concept referred here and explain its principle. അതായത് നിങ്ങൾക്ക് പഠിച്ചവർക്ക് അറിയാം, ഇത് ഏകദേശം ഒരു ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യണം, അതിൻ്റെ എന്താ പറയണ്ടേ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്ര പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ ആണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, സോ 2 രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ഈ ലൈവിലെ ഫസ്റ്റ് സെക്ഷൻ എന്താണ്, ഇൻഷുറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. റെഡി ആണല്ലോ അല്ലേ? അപ്പൊ നോക്കിയാലോ, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. വാട്ട് ഈസ് ഇൻഷുറൻസ്? അതിന് മുന്നേ നമുക്ക് അറിയണം വാട്ട് ഈസ് ഇൻഷുറൻസ്, എന്താണ് ഇൻഷുറൻസ് എന്നുള്ളത്. അതിന് മുന്നേ നമ്മൾക്ക് കുറച്ചൊരു ടേംസ് എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, ആ ടേംസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് ഒന്ന് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മാം മാറ്റുകയാണ്. ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഇൻഷുറർ ഉണ്ട്, ഇൻഷോർഡ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, പോളിസി ഉണ്ട്. ഓക്കെ, ഇനിയും കുറച്ചും കൂടി ടേംസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ട്. പക്ഷെ നമുക്ക് ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് മാം എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ഇൻഷുറർ? ഇൻഷുറൻസ് എടുത്തവരുണ്ടോ ഇവിടെ? എന്തായാലും ഇൻഷുറൻസ് എന്താണ്, എങ്ങനെയാണ് എടുത്തത്, എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്, നമ്മുടെ ഒരു കമ്പനിയിലായിരിക്കും മിക്കവാറും ഇൻഷുറൻസ് പോയി എടുക്കുക അല്ലേ? ഒരു ഇൻഷുറൻസ് കമ്പനിയിലായിരിക്കും പോയി എടുക്കുന്നത്. ആ ഇൻഷുറൻസ് കമ്പനീൻ്റെ പേരാണ് എന്ത്, ഇൻഷുറർ. ഓക്കെ, ഞാൻ സ്റ്റാർ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ സ്റ്റാർ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് എന്ത് പറയുന്നത്, ഇൻഷുറർ എന്ന് പറയുന്നത്. ക്ലിയർ? ഞാനാണ് പോയി ആ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ എനിക്ക് പറയുന്ന പേരാണ് എന്ത്, ഇൻഷുർഡ്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ കാറിനാണ് ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നത്, കാറാണ് എന്ത്, ഇൻഷുർഡ്. ഓർ ഹൗസ് ആണെങ്കിൽ ഹൗസ് ആണ് എന്ത്, ഇൻഷുർഡ്. ഓക്കെ, സോ ഇൻഷുറർ എന്ന് പറയുന്ന ആരാണ്, ഓൾവേസ് ഒരു ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിക്കാണ് എന്ത് പറയുന്നത്, ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഷുറൻസ് ചെയ്യുന്ന ആൾ. അതായത് ഞാനാണ് എനിക്ക് വേണ്ടി ലൈഫ് ഇൻഷുറൻസ്, ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ എന്താണത്, ഞാനാണ് ഇൻഷുർഡ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ വെറുതെ ആണോ ഇൻഷുറൻസ് നമുക്ക് തരുന്നത്, അല്ലല്ലോ. നമ്മൾ മന്ത്ലി എന്ത് ചെയ്യണം, ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം അല്ലേ? ആ എമൗണ്ടിന് പറയുന്ന പേരാണ് എന്ത്, പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, വെറുതെ ആരും ഇൻഷുറൻസ് ഞാൻ മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ കാർ ആക്സിഡൻ്റ് ആയി എനിക്ക് വന്ന് വെറുതെ ക്യാഷ് തരുമോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു എമൗണ്ട് മന്ത്ലി കൊടുക്കുന്നുണ്ട്. അതാണ് എന്ത്, പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോളിസി. പോളിസി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഏതൊരു ടൈപ്പാണ്, എന്തൊക്കെ പോളിസീസ് ആണ് ഫോം ചെയ്യുന്നത്, ഇതാണ് എന്ത്, പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ 4 വേർഡ്സും എന്താണ് ക്ലിയർ ആയല്ലോ? മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറർ, ഇൻഷുർഡ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻഷുറർ എപ്പോഴും എന്തായിരിക്കും, ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും എന്ത്, ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ചെയ്യുന്ന ആൾ, അതിനാണ് എന്ത് പറയുന്നത്, ഇൻഷുർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് in writing under which one party, ഒരു പാർട്ടി, ഏതാണ് ഒരു പാർട്ടി, ഇൻഷുറർ,
agrees in return for a consideration premium to the indemnify the other party insured against the loss or damage suffered on account of an uncertain future event or contingencies or to pay a specified sum of the happening on the specified event. ഇത്ര ഡീറ്റെയിൽസ് ആയിട്ടല്ല, എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഇൻഷുറൻസ് കമ്പനി പ്രീമിയം അടിക്കുന്നത് കൊണ്ട് ഇൻഷുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എന്തിൽ നിന്നും? അൺസർട്ടിനിറ്റി, അൺസർട്ടൈൻ ഫ്യൂച്ചർ. അതായത് പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മൾ പുതിയ കാർ എടുത്തു അല്ലേ, ആ കാർ എടുത്ത് പിറ്റേ ദിവസം ആക്സിഡന്റ് ആവില്ല എന്ന് വരാതിരിക്കട്ടെ, അഥവാ ആക്സിഡന്റ് ആവില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന സമയത്തായിരിക്കും പറയാനൊന്നും പറ്റില്ല. സോ നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്ത് വെക്കുക, കാർ ഇൻഷുർ ചെയ്ത് വെക്കുക എന്നുള്ളത് എന്തിനാണ്? നമ്മുടെ ഒന്ന് സേഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ലോസ് ബെയർ ചെയ്യാതെ അവർ നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. ആ അൺസർട്ടൈൻ ഫ്യൂച്ചറിനെയും കണ്ടിൻജൻസസിനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഇൻഷുറൻസ് എടുക്കുന്നത്. ഓക്കെ, ആ ഇൻഷുറൻസ് അങ്ങനെ എന്തുണ്ട്? ഇനി പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. നമുക്ക് ടോട്ടൽ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണുള്ളത്. ഇത് മക്കളെ എന്തായാലും വരും, ഒരുപാട് സമയം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച സംഗതിയാണ്. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിക്കുക ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ 7 പോയിന്റ്സ് എന്ത് ചെയ്യുക? ഈ ബിസിനസ് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്ത് ചെയ്താൽ മതി? പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ആക്കി വെക്കാം. ഓക്കെ, പോയിന്റ്സുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കുക. അതിൽ എക്സ്പ്ലനേഷനും കണ്ടന്റും നിങ്ങൾ മനസ്സിലാക്കി ബാക്കി നിങ്ങൾക്ക് വലിച്ചു വാരി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ ബിസിനസ് അല്ലേ. വളരെ ഈസിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് ആണ് എന്ത്? ബിസിനസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഏതൊരു പോയിന്റ്, ഇപ്പോൾ ഫീച്ചേഴ്സ് ആയാലും മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അങ്ങനത്തെ എന്ത് പോയിന്റ്സ് ആയാലും നിങ്ങൾ പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ ഓരോ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്രിൻസിപ്പിൾ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് എന്താ പറഞ്ഞ? വിശ്വാസം അല്ലെ. 2 പാർട്ടീസ് തമ്മിൽ എന്ത് ചെയ്യണം? നല്ല വിശ്വാസത വേണം. കാരണം നല്ലത് വേണം പറയാൻ. കളവ് പറഞ്ഞ് ഇൻഷുറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കാര്യമില്ല. ബോത്ത് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് ഷുഡ് ബി ആബ്സല്യൂട്ട്ലി ഹോണസ്റ്റ് ടു ഈച്ച് അതർ ഇൻ റിഗാർഡ് ഓഫ് ദ കോൺട്രാക്ട്. മാം ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ ഒരു പ്രായമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇന്നൊരു ഇൻഷുറൻസ് വേണം. ഓക്കെ, എനിക്കൊരു പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഇനി അഥവാ പ്രായമായിട്ട് എനിക്കൊരു പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ട്. ഈ അറ്റാക്ക് വന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഇത് കവർ ചെയ്ത് വെക്കുകയാണ്. എനിക്ക് അറ്റാക്ക് ഒന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇൻഷുറൻസ് കമ്പനിയോട് എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. അങ്ങനെ ഞാൻ കവർ ചെയ്ത് വെച്ചാൽ അവിടെ എന്തില്ല? ഗുഡ് ഫെയ്ത്ത് ഇല്ല അല്ലേ. സോ അവിടെ എന്തുണ്ടാവില്ല? എനിക്ക് അറ്റാക്ക് വന്ന് മെഡിക്കൽ റിപ്പോർട്ട് കാണുമ്പോൾ അറിയാലോ അല്ലേ, അറ്റാക്ക് ഒരു പ്രാവശ്യം, അപ്പോൾ എനിക്ക് എന്ത് തരില്ല? ഇൻഷുറൻസ് കിട്ടില്ല. ഓക്കെ, സോ ഈ 2 ഭാഗത്ത് നിന്നും അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, 2 വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം തുറന്ന് കള്ളത്തിലൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ വേണം എന്ത് പ്രിപ്പയർ ചെയ്യാൻ? ഇൻഷുറൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സോ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. എന്താ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ എന്താ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ? ഇതിൻ്റെ മീനിങ് ഡെഫിനിഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കി നോക്കാം. A father can take insurance policy for his son but not for his neighbor's son. ഒരു ഫാദറിന് ഇൻഷുറൻസ് എടുക്കാം, അവരെ മോൻക്ക് വേണ്ടിയിട്ട് എടുക്കാം, അല്ലാതെ അയൽവാസിൻ്റെ മോൻക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. കാരണം എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് കൂടുതൽ ആരോടായിരിക്കും? മകനോടായിരിക്കും അല്ലേ. അതാണ് ഇതിൻ്റെ മീനിങ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുർ ചെയ്യുന്ന കാര്യത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് വേണം, അതായത് അവർ പ്രൊഡക്റ്റ് ആവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഇൻഷുർഡ് പേഴ്സൺ മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ലൈഫ് ഓർ പ്രയോറിറ്റി ഇൻഷുർഡ്, അതർവൈസ് ഹി കനോട്ട് ക്ലെയിം അറ്റ് ദ ടൈം ഓഫ് ലൂസ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. Okay, all contract of insurance except life insurance are contract of indemnity. എന്താ indemnity എന്ന് പറഞ്ഞാൽ? Indemnity means that in case of any loss the insurer can be compensated but the amount of compensation shall never be more than the actual loss. ഇവിടെ നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഇൻഷുറൻസ് കിട്ടും അല്ലേ. എനിക്ക് 1 ലക്ഷത്തിന് നഷ്ടം ഉണ്ടായി, ഞാൻ 2 ലക്ഷത്തിൻ്റെ എന്ത് ചെയ്യാം? കാണിക്കുക എന്ന് വിചാരിച്ച് 1 ലക്ഷം എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിചാരിക്കേണ്ട. എത്രയാണോ നഷ്ടപ്പെട്ടത് അത്രയേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസ് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചിലവായ ബില്ല്, ആ ബില്ല് അവരെന്ത് ചെയ്യുള്ളൂ? നമുക്ക് തരുള്ളൂ. അതിനെക്കാട്ടും കൂടുതൽ എഴുതി ബില്ല് കാണിച്ചിട്ടൊന്നും എന്ത് ചെയ്യില്ല? നമുക്ക് ബില്ല് കിട്ടില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ.
നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയാൽ ഇഫ് മിസ്റ്റർ എ ഇൻഷുർഡ് ഹിസ് ഹൗസ് ഫോർ 1 lakh വിത്ത് 2 ഇൻഷുറൻസ് ABC. അതായത് ഒരു എ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ ഹൗസ് എന്ത് ചെയ്തിട്ടുണ്ട്, 1 lakhന്റെ ഹൗസ് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞൊരു കമ്പനിനോടും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. XYZ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിനോട് ഇൻഷുർ ചെയ്യുന്നത്. കുറച്ച് അതിബുദ്ധി കാണിച്ചു. അതിബുദ്ധി അല്ല, ചെയ്യുന്നവരുണ്ട്. ഓക്കെ, 2 കമ്പനിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അവൻക്ക് ആ ഒരു ഹൗസ് ഡിസ്ട്രോയ് ചെയ്താൽ 2 ഇൻഷുറൻസും കമ്പനിയും എന്ത് ചെയ്യില്ല, ഒരേ എമൗണ്ട് തരില്ല. അവർക്ക് എന്താണോ ലോസ് ആയത് അതെന്ത് ചെയ്യുള്ളൂ, അവർ തരുള്ളൂ. ഓക്കെ, 2 ആളും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ തരും. ചില മേ ബി വൺ പേഴ്സൺ മാത്രമായിരിക്കും, 1 ഇൻഷുറൻസ് കമ്പനി മാത്രമായിരിക്കും തരിക, അല്ലെങ്കിൽ 2 പേരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അതാണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ. അതായത് ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ചേർന്നെന്ന് വെച്ചിട്ട് ഒരു അപകടം സംഭവിക്കുക എല്ലാ ഇൻഷുറൻസ് കമ്പനി ഒരുമിച്ച് വന്ന് തരില്ല. അവരൊരു തീരുമാനത്തിലെത്തിയിട്ടേ നിങ്ങൾക്ക് ലോസ് നികത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ്, principles of subrogation. Okay, as per the principle, after the insured is compensated for the loss due to damage to property insured, then right of ownership of such property passes on to the insurer. If the damaged property has any value left, that cannot be given to the insured. This is because the insured should not be allowed to make any profit by selling the damaged properties. Okay, ഞാൻ എൻ്റെ കാറ് ഡാമേജ് ആയി. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ആക്സിഡൻറ്റ് എന്നെ സംഭവിച്ചു, കാർ നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് എന്തായിട്ടുണ്ട്, ആ കാറ് ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, അന്ന് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും, ഇൻഷുറൻസ് കിട്ടും. ആ ഇൻഷുറൻസ് എനിക്ക് കിട്ടുകയും ചെയ്ത് ഈ കാറിനൊരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ആ കാറും വിറ്റിട്ട് കാറ് വിൽക്കും ചെയ്യാം, ഇൻഷുറൻസ് കിട്ടും ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കിട്ടുമോ? ഇല്ല. എനിക്ക് ആ കാറ് ഡാമേജ് ആയതിന് ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ ആ കാർ ആര് കൊണ്ടുപോകും, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, കൊണ്ടുപോകും. അതാണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് principles of loss minimization. The principle of insured is expected to take responsibility care to protect the insured property from loss or damage and has taken effective measures to minimize the loss. Okay, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ബിസിനസ്, ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ്. ഓക്കെ, ആ ഡ്രസ്സിൻ്റെ ബിസിനസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷുർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എന്തെങ്കിലും ഒരു ഫയറോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്തായാലും ഇൻഷുറൻസ് കിട്ടും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഞാൻ അത് കത്തുന്ന കണ്ടിട്ട് കയ്യും കെട്ടി വന്നിരിക്കാൻ പറ്റുമോ, അത് കത്തിക്കഴിയട്ടെ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കിട്ടില്ല. അതായത് ലോസ് മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം, നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പുഷ് വേണം. അത് കെടുത്താൻ എന്ത് ചെയ്യണം, നമ്മൾ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് principles of causa proxima. Proximate cause literally means the nearest cause. Okay, nearest cause എന്ന് പറഞ്ഞാൽ എന്താ, കാരണം. അപ്പോൾ അടുത്ത കാരണം, or direct cause. This principle is as applicable when the loss of is the result of 2 or more causes. Okay, ഒരു ലോസ്, നമുക്ക് ഒരു ലോസ് ഉണ്ടായി, 2 സംഭവങ്ങൾ അതിൽ സംഭവിച്ചു. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്ക് വാസ് ഇൻഷുർഡ് അഗെയിൻസ്റ്റ് തെഫ്റ്റ്. ഓക്കെ, ഒരു കള്ളത്തരം പോകുന്നതിന്, നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റോക്ക് കളവ് പോകുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, there was a fire in the factory and lot of stock was stolen by employee working in the store. The insurer is entitled for the compensation as loss caused due to theft is the proximate nearest cause. അതായത് നമ്മുടെ കമ്പനിയിൽ 1,00,000 സാധനം ഉണ്ട്. ഓക്കെ, ഇവിടെ എത്ര കൊടുത്തത് ഞാൻ, കുറച്ച് കമ്പനിയിലെ സ്റ്റോക്ക് ഒരു ഐറ്റം സാധനം ഉണ്ട്. ആ സാധനം എന്ത് ചെയ്തു, തീ പിടിച്ചു. ഓക്കെ, ഞാൻ തീക്ക് ഇൻഷുറൻസ് കൊടുത്തിട്ടില്ല, ഞാൻ എന്തിനാണ് കൊടുത്തത്, തെഫ്റ്റ് പോയാലുള്ള ഇൻഷുറൻസ് ആണ് ചെയ്തത്. ഓക്കെ, സോ ഈ തീ പിടിക്കുന്ന സമയത്ത് അതിലുള്ള നമ്മുടെ എംപ്ലോയി, നല്ല വിശ്വസ്തമായ എംപ്ലോയീസ് എന്ത് ചെയ്തു, കുറച്ച് സ്റ്റോക്കൊക്കെ എടുത്തു കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, അതിനാണ് തെഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ തെഫ്റ്റ് ചെയ്തതിനായിരിക്കും എനിക്ക് എന്ത് കിട്ടുക, ഇൻഷുറൻസ് കിട്ടുക. അതായത് ക്ലോസസ്റ്റ് കോസ്. ഓക്കെ, എനിക്ക് കിട്ടുക, ഫയറിന് എന്ത് ചെയ്യില്ല, എനിക്ക് കിട്ടില്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. ഓക്കെ, നെക്സ്റ്റ് Yes, 7 principles നമ്മൾ കവർ ചെയ്തു അല്ലേ. സോ വാട്ട് ആർ ദ 7 പ്രിൻസിപ്പിൾ? ഓക്കെ, സോ നമ്മൾ 7 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞു. പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡംനിറ്റി, കോൺട്രിബ്യൂഷൻ, സബ്രോഗേഷൻ, ലോസ് മിനിമൈസേഷൻ, കോസ പ്രോക്സിമ. ഓക്കെ, സോ ഇത് 7 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. എന്തായാലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, എന്താണ് ഇൻഷുറൻസ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓഫ് ഇൻഷുറൻസ്, ഈ 3 പോയിന്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അല്ലേ, റെഡി അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻ ഇൻഡസ്ട്രി? അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യനിൽ വീണ്ടും റിപ്പീറ്റ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ടാണ് മിസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. വാട്ട് ഈസ് എൻ ഇൻഡസ്ട്രി? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ദ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇൻഡസ്ട്രിയും ഉണ്ട്, കൊമേഴ്സും ഉണ്ട്. ഓക്കെ, സോ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കുറച്ചും കൂടി എന്താണ്, ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് അല്ലേ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലം, അങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം അല്ലേ. ഇൻഡസ്ട്രിയിലാണ് ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാക്കി വരുന്നത്. സോ അതാണ് എന്ത് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. ഗുഡ്സിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം, അതാണ് എന്ത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത്രയും ടൈപ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ആണുള്ളത്. പ്രൈമറി ഇൻഡസ്ട്രി ഉണ്ട്, സെക്കൻഡറി ഇൻഡസ്ട്രി ഉണ്ട്, ടേർഷ്യറി ഇൻഡസ്ട്രി ഉണ്ട്. ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രി ഉണ്ട്, സെക്കൻഡറി ഇൻഡസ്ട്രി ഉണ്ട്, ടേർഷ്യറി ഇൻഡസ്ട്രി. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കേ, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. ഓക്കെ, ഈ പ്രൈമറി ഇൻഡസ്ട്രീനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി ഇൻഡസ്ട്രി എന്താന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ഈ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കിക്കേ. മീറ്റ്, ഇവിടെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ? നേരെ ഒരു ഇതിനെ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും, മീറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. ഫോറസ്ട്രി, മരം മുറിക്കുന്നു, മരം. ഓക്കെ, നെക്സ്റ്റ് എന്താ, മൈനിങ്. ഇതൊക്കെ എന്തെങ്കിലും വേറൊരു പ്രോസസ്സ് നമുക്ക് ഇൻക്ലൂഡഡ് ആണോ? അല്ല. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിട്ട് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് തന്നെ എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ആർ കൺസേൺഡ് വിത്ത് ദ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, reproduction and development of living organisms, plant etc. നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിന് ഇൻഡസ്ട്രിക്കാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൈമറി ഇൻഡസ്ട്രി 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജനറ്റിക് ഇൻഡസ്ട്രിയും. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യുക, അതായത് ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ. നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് ഒരു കിട്ടിയാൽ എന്ത് ചെയ്യും, ഒരു വിത്ത് കിട്ടിയാൽ ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു കൗ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരുപാട് ആനിമൽസിനെ ബ്രീഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഉണ്ട്, ജനറ്റിക് ഇൻഡസ്ട്രി ഉണ്ട്. ഇത് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, പ്രൈമറി ഇൻഡസ്ട്രി. ഓക്കെ, പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമറി ഫസ്റ്റ് തന്നെ നാച്ചുറൽ റിസോഴ്സസ് ഒന്നും കിട്ടുന്നതാണ് എന്ത്, പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രിയിൽ 2 ടൈപ്പ് ഉണ്ട്, ജനറ്റിക് ഇൻഡസ്ട്രി ഉണ്ട്, എന്താണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഉണ്ട്. എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ നിന്ന് എയർന്നോ വെള്ളത്തുനിന്ന് എന്തിനാ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഉള്ള സംഗതികൾ വെച്ച് ബ്രീഡ് ചെയ്ത് ഒരുപാട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സെക്കൻഡറി ഇൻഡസ്ട്രി. ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ തിങ്സ് നിന്ന് എടുക്കുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രി. വാട്ട് ഈസ് സെക്കൻഡറി ഇൻഡസ്ട്രി? These industries are concerned with manufacturing goods or constructing building, road etc. by using raw material provided by പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി നമ്മൾ കുറച്ച് സംഗതികളൊക്കെ എടുത്തല്ലോ അല്ലേ, നാച്ചുറൽ തിങ്സ് ഒന്നും കുറച്ച് സംഗതികൾ. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ആ ഇൻഡസ്ട്രീൻ്റെ പേരാണ് എന്ത്, സെക്കൻഡറി ഇൻഡസ്ട്രി. അതായത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടാക്കിയ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്, സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് 2 ടൈപ്പാണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും construction industry. Manufacturing industry and construction industry. What is manufacturing industry? Manufacturing industries are engaged in the process of converting raw materials into finished goods. ഒരു raw materialsനെ finished goods ആക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. 4 ടൈപ്പ് ഉണ്ട് അതിൽ. അതിൻ്റെ മുന്നേ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നോക്കാം. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ബിസിനസ്, ബിൽഡിങ്, ഡാം, പിന്നെന്താണ്, റോഡ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഞാൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അവിടെ സൈഡിൽ വെച്ചതെന്നാണ്. 4 പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാനുണ്ട്. ഓക്കെ, സോ
എന്താ പറഞ്ഞ നമ്മളിപ്പം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ് പറഞ്ഞത് അല്ലെ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കും? ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ചില സ്റ്റെപ്സ് മതി, കുറച്ച് സ്റ്റെപ്പ് മതി, ചിലത് 2 സ്റ്റെപ്പ് വേണം, 3 സ്റ്റെപ്പ് വേണം, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ എന്ത് ചെയ്യും? റോ മെറ്റീരിയൽസ് ഉണ്ടാക്കും അല്ലേ. ആ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു 4 ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്. എന്താ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ഈസ് എൻഗേജ്ഡ് ഇൻ ദ process of analyzing and separating various components from the same materials. ഒരു മെറ്റീരിയലിൽ നിന്നും പല ടൈപ്സ് ഓഫ് സാധനങ്ങൾ എടുക്കാം. അതായത് ഓയിൽ റിഫൈനറി നോക്കാം. ദേ സെപ്പറേറ്റ് ഡീസൽ, പെട്രോൾ എക്സെട്ര ഫ്രം ക്രൂഡ് ഓയിൽ. അവർ ക്രൂഡ് ഓയിൽ നാച്ചുറലിൽ നിന്ന് എടുക്കുന്നു. ആ ഒരൊറ്റ പ്രൊഡക്റ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യും? ഡീസലും പെട്രോളും വേറെ ആയി എടുക്കും. അതായത് ഒറ്റ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റിൽ നിന്നും 2-3 പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? ഉണ്ടാക്കാം. അതാണ് എന്ത്? അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ്? സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ബിസിനസ് എൻഗേജ്ഡ് ഇൻ ദ സെക്ടർ കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ്. അതായത് ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വെച്ച് 2-3 സംഗതികൾ ഉണ്ടാക്കുമ്പോൾ 2-3 പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അതായത് സിമെന്റ്, ഫെർട്ടിലൈസർ ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാലേ. ഒരുപാട് ഐറ്റംസ്, ഒരുപാട് വളങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുക. അപ്പോൾ 1, 2, 3 പ്രൊഡക്റ്റ് ഇട്ട് ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുക? സിന്തറ്റിക്കൽ. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് വേരിയസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്ത്? അനലിറ്റിക്കൽ. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. എന്ത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്യുക അല്ലെ. എന്താണ് പ്രോസസ്സ് ചെയ്യുന്നത്? പ്രോസസ് ഓഫ് ദീസ് ഇൻഡസ്ട്രി ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഓരോ സ്റ്റേജുകൾ ഉണ്ടാവും. നമ്മുടെ ഷുഗർ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഷുഗർ കെയിനിലാണ് അല്ലെ. ഷുഗർ കെയിൻ നേരെ പൊടിച്ച ഷുഗർ ഉണ്ടാവോ? ഇല്ല. പല സ്റ്റെപ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ, ഷുഗർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത്? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. എന്താ അസംബ്ലി കേട്ടിട്ടില്ല? അസംബ്ലി എന്ന് പറഞ്ഞാൽ നിരനിരയായി നിർത്തിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതായത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി ഈസ് എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് അസംബ്ലിംഗ് ഡിഫറെന്റ് കോമ്പണൻസ് ടു മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ്. കമ്പ്യൂട്ടറിൽ ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ല, ഒരുപാട് പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അതാണ് എന്ത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 4 ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് അതാണ് ടേർഷ്യറി ഇൻഡസ്ട്രി. ഓക്കെ, ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയും പഠിച്ചു, സെക്കൻഡറി ഇൻഡസ്ട്രിയും പഠിച്ചു. ഈ പ്രൈമറി ഇൻഡസ്ട്രി റൺ ചെയ്യാനും സെക്കൻഡറി ഇൻഡസ്ട്രിയും റൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഈ ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയും റൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെക്ടറാണ് എന്ത്? ടേർഷ്യറി സെക്ടർ. Tertiary industries are providing support services to primary and secondary services industries. Tertiary industries consist of banking, insurance, advertising, communication, etc. Banking, insurance അങ്ങനത്തെ ടൈപ്പുള്ള കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? ടേർഷ്യറി ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും, ഈ ഒരു വീഡിയോ അവസാനിക്കും. സോ ഇൻഡസ്ട്രീനെ 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്: പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. പ്രൈമറിയിൽ റോ മെറ്റീരിയൽസ്, നാച്ചുറൽ തിങ്സ് എന്നാണ് ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്? സെക്കൻഡറി ഇൻഡസ്ട്രി. ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൈമറിനെയും സെക്കൻഡറി ഇൻഡസ്ട്രിനെയും സപ്പോർട്ട് ചെയ്യുന്ന സെക്ടേഴ്സ് ആണ് എന്ത്? ടേർഷ്യറി ഇൻഡസ്ട്രി. പ്രൈമറിനെ ജനറ്റിക് ഇൻഡസ്ട്രിയും എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ തിങ്സ് ഒന്നും ഉണ്ടാക്കുക. എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാക്റ്റീവ് ആണ് ഡയറക്റ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ തിങ്സ് ഒന്നും ഉണ്ടാക്കുക. ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഗൈസ്? യെസ്, ബ്രീഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ജനറ്റിക് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ് കുറച്ചും കൂടി ക്ലാസിഫിക്കേഷൻസ് വരുന്നത്: അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക് ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഒരു പ്രൊഡക്റ്റിൽ നിന്നും കുറേ പ്രൊഡക്റ്റ് കിട്ടും, കുറേ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടും. പ്രോസസ്സിംഗ് ഒരു പ്രൊഡക്റ്റിനെ പല ടൈപ്പ് ഓഫ് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് കിട്ടുക. അസംബിൾ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ടേർഷ്യറി ഇൻഡസ്ട്രി. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നത് ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സെക്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ടറാണ് എന്ത്? ടേർഷ്യറി ഇൻഡസ്ട്രി. സോ ഇതോടുകൂടി എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസും എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയും ക്ലിയർ ആണ്. 8 മാർക്കിന് ഇത് ചോദ്യം വന്നാൽ ഞാൻ സൂപ്പർ ആയിട്ട് എഴുതും. നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പില്ലെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക? ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കാണുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, പോയിന്റ്സ് എഴുതാൻ വിടരുത്, മടി കാണിക്കരുത്, എഴുതുക, വിപുലീകരിച്ച് എഴുതുക. ബിസിനസ്സിൽ എന്ത് ചെയ്യുക? ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.